കലംബാസുര ചിരിക്കാൻ പാടില്ല, സീരിയസ് ആണോ? ശക്തിമന്ത്രമാണ്. അദ്ദേഹത്തിനെ കളിയാക്കുന്ന പോലെ ഇരിക്കും. ഇത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. റീസെന്റ് ഉള്ള സിനിമകളിൽ സ്ത്രീകഥാപാത്രങ്ങൾ പ്രാധാന്യമില്ലല്ലോ. പ്രേമം ഗാങ് എന്നുള്ളൊരു ടാഗ് പൊളിക്കാനുള്ള ശ്രമം സിജു വിൽസന്റെ ഭാഗത്തുനിന്ന് ഉള്ളതുണ്ട്. ടീം പൊളിക്കാന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ എല്ലാവരും തമ്മിൽ പൊളിച്ച് വേറെ വഴിക്ക് പോകാന്നുള്ളതല്ല. എന്നെ കരാട്ടയ്ക്ക് കൊണ്ടൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷം നിന്നിടി കൊണ്ട് വൈറ്റ് ബെൽറ്റ് മാറാൻ പറ്റാതെ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് പോകണ്ടെന്ന്. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പുറത്താന്നാണ് പുള്ളി എന്നെ ഒരു ജാക്കി ചാനും ബ്രൂസ്ലിയൊക്കെ ആക്കാന്ന് വിചാരിച്ചിട്ട് എന്നാണ്. ഒരു മരിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു എന്താ പറയാ, ചിരിച്ച് വെറുതെ ചിരിക്കായിരുന്നു. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ ടേക്ക് ഓവർ ചെയ്ത് എടുത്ത് ചെയ്ത് തീർത്തതാണ്. അത് പുരസ്കാരങ്ങളും അതിനുശേഷം കിട്ടിയ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ആദ്യത്തെ പ്രൊഡക്ഷൻ തന്നെ 3 അവാർഡാണ് കിട്ടിയത്. പൊതുവെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിനെ ആളുകൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഒരു തമാശ രൂപത്തിൽ കാണാറുമുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്നത് സച്ചിൻ എന്താണ് ഔട്ടായത്, എന്താ അങ്ങനെ അടിക്കേണ്ട ആവശ്യം നമ്മൾ പുറത്തിരുന്ന് പറയും. പക്ഷെ ഇതിനകത്ത് കയറിയിട്ട് കളിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ നന്നാവണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കാര്യമായിട്ട് എടുക്കണം. അതും മൈൻഡ് ആയിരുന്നേ പിന്നെ അവിടെ തന്നെ ഇരിക്കലുണ്ടാവുള്ളൂ. പ്രൊഡ്യൂസറിന്റെ മകളായതുകൊണ്ട് കുറെ പൈസ ചെലവാകാതെ ഒക്കെ നോക്കണം എന്നൊക്കെ ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, ഒരു റെസ്പോൺസിബിലിറ്റി. എത്ര പൈസ വേണം, അച്ഛൻ്റെ കാശ് എങ്ങനെ കളയാം എന്നുള്ളതായിരുന്നു. മീഡിയ വൺ ടീമിനൊപ്പം പഞ്ചവത്സര പദ്ധതി ടീമാണ് എത്തിയിരിക്കുന്നത്. സിജു വിൽസണും കൃഷ്ണേന്ദും ഉണ്ട്. സ്വാഗതം. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്ററിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ വരുന്നത് ഒരു കലംബാസുരനാണ്. ഇപ്പോൾ കലംബാസുരൻ ഞാൻ വിചാരിക്കുന്നു മിത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് എത്രമാത്രം അത് ക്യൂരിയോസിറ്റി നിലനിർത്തുന്നതാണ് ട്രെയിലർ. പക്ഷെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് തൊട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരു 5 വർഷത്തേക്ക് നാളുകളായിട്ട് നടന്നു വന്നിരുന്ന നമുക്കെല്ലാവർക്കും ഇന്ത്യയുടെ പുരോഗതിയിലൊക്കെ വളരെയധികം പങ്കുവച്ചൊരു പദ്ധതിയായിട്ടാണ്. അപ്പോൾ ഈ മിത്തും ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെയും പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാര്യം സിനിമയിൽ സൂചന പറയാൻ പറ്റുമോ? ഇതിലെ ഹീറോയാണ് കലംബാസുരൻ. ഓക്കെ. അപ്പോൾ ഇത് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സറ്റയറാണ് സിനിമ. അപ്പോൾ ഈ പറയുന്ന മിത്തും ഇതൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും. പഞ്ചവടിപ്പാലം ലൈനൊക്കെ കടന്നു വരുന്നുണ്ടാവും. അതും ഒരു ആക്ഷേപഹാസ്യമായിരുന്നു. ആ രീതിയിലുള്ള അല്ലെങ്കിലും വേറെ രീതിയിലുള്ളൊരു സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റയറായിട്ട് കണക്കൂട്ടാവുന്നതാണ്. ഇപ്പോൾ സിജു വിൽസൻ്റെ ഒരു പീരീഡ് വരെ നമ്മളധികവും കോമഡി കലർന്ന്, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വർണ്ണാവശ്യമുണ്ടത്തിലാണെങ്കിലും നേരത്തിലാണെങ്കിലും ഹാപ്പി വെഡ്ഡിങ്ങിലാണെങ്കിലും ഒക്കെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഇപ്പോൾ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വളരെ സില്ലി ആയിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ള വേഷങ്ങൾ കണ്ടു. പിന്നെ നമ്മൾ 19-ാം നൂറ്റാണ്ട് കണ്ടു, അതിനുശേഷം വന്ന കുറച്ച് സിനിമകളിലൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ വാസന്തി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആക്ഷനും കാണുന്നുണ്ട്, എന്നാൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കോമഡിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സിജു വിൽസൺ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത് ഡിഫറെൻറ്റ് ഓണേഴ്സിൻ്റെ ഒരു കമ്പൈലേഷൻ ആയിരിക്കുമോ ഇതിനകത്തുള്ള വേഷം എന്ന് പറയുന്നത്? എന്താണ് ഈ വേഷത്തെ കുറിച്ചിട്ട്? എല്ലാ ഏരിയസും ഉണ്ട്, എല്ലാ ഇമോഷൻസും കവർ ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആണത്. എന്നാലും സനോജ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. സനോജ് അത്യാവശ്യം ഒരു ക്രൂക്കഡായിട്ടുള്ളൊരു സാധാരണക്കാരനാണ്. സെൽഫിഷാണ്, പരോപകാരിയും കൂടിയാണ്. ഇതെല്ലാം സെൽഫിഷും പരോപകാരിയുമാണ്. സെൽഫിഷാണ്. സ്വന്തം കാര്യം വരുമ്പോൾ ചെറിയ രീതിയിൽ എല്ലാവരും സെൽഫിഷ്നെസ് കാണിക്കുമല്ലോ. അങ്ങനത്തെ സെൽഫിഷ്നെസ് ഒക്കെ ഉള്ള ഒരു സാധാരണക്കാരൻ, അതിൻ്റെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സിനിമയ്ക്കൊരു പദ്ധതിയുണ്ട്. ഈ സിനിമയ്ക്കൊരു പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓഡിയൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിലേക്ക് കുറച്ച് പദ്ധതികൾ ഇറക്കി വിടാനായിട്ട് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? സിനിമ സംസാരിക്കും, ഈ സിനിമ സംസാരിക്കും എന്നുള്ളൊരു ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പഞ്ചവത്സര എന്ന് പറയുന്ന സിനിമയുടെ പദ്ധതി എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം ആളുകൾ സംസാരിക്കും, ചർച്ച ചെയ്യപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം ആ ഒരു ഫാക്ടറിൽ തന്നെയാണ് ഞാൻ ഈ സിനിമ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം. പിന്നെ എന്താ പറയുക, 19-ാം നൂറ്റാണ്ട് പോലത്തെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനോട് തന്നെ കടപിടിക്കുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു സിനിമ ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രമേയം വയസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്യാൻവാസിൻ്റെയോ അങ്ങനത്തെ ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നു.
പ്രമേയം വയസ്സ് നമ്മൾ ഓഡിയൻസിലേക്ക് ഒരു സിനിമ എത്തിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് വേണം, എന്തെങ്കിലും ഒരു പേർപ്പസ് വേണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന ഒരു സിനിമയാണ്, അങ്ങനെ കേട്ടൊരു സ്ക്രിപ്റ്റാണത്. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ എൻ്റെ സംവിധായകനായിട്ടുള്ള പ്രേംലാൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ DOP എന്ന് പറയുന്നത് ആൽബിയാണ്. ഒരുപാട് നല്ല സിനിമകൾ ചെയ്തേക്കുന്ന ആണ്. പിന്നെ സജീവേട്ടനാണ്, തൊണ്ടിമുതലും സാക്ഷിയും എൻ്റെ റൈറ്ററാണ്. അപ്പം അങ്ങനെ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നത് എങ്ങോട്ടേക്ക് എത്തിക്കണം, ഈ സിനിമ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത് ഇവർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ സിനിമ എൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിച്ച കാര്യം തന്നെ എനിക്കും കണക്റ്റായി. ഇപ്പോൾ കൃഷ്ണേന്ദുവിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഒരുപാട് നാളായോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെന്നെ ഒരു ഫസ്റ്റ് സിനിമയിലേക്ക് എത്തണം, ഒരു അഭിനേതാവ് ആവണം എന്നുള്ളത് തന്നെയായിരുന്നോ? ആ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നോ മുന്നോട്ട് പോയിക്കൊണ്ട്? ചെറുപ്പം മുതലേ ആ ഒരു ആഗ്രഹം ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ 2 പടത്തിൽ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. നായികയായിട്ട് ആദ്യമായിട്ട് വരുന്നൊരു സിനിമയാണ്. എന്താണ് ഇതിലെ വേഷത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട്? ഇതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ ഭയങ്കര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഭയങ്കര സാധാരണ നാട്ടിൻപുറത്തുകാരിയാണ്. എന്നാൽ സിറ്റി ലൈഫ് അറിയാനൊരു ആഗ്രഹമുള്ളൊരു ക്യാരക്ടറാണ്. അതാണ് ക്യാരക്ടർ. ഇപ്പോൾ നമ്മൾ മറ്റു വേഷങ്ങൾ ചെയ്യുമ്പോൾ 3ാമത്തെ സിനിമയിൽ തന്നെ നമുക്കൊരു നായികയുടെ റോളിൽ അത്രയും ഇന്നത്തെ കാലത്ത് വരുന്ന സിനിമകളിലൊക്കെ സ്ത്രീ കഥാപാത്രങ്ങൾ കൂടെ വലിയ പ്രാധാന്യമുള്ള സിനിമകളാണ് അധികവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ നന്നായിട്ട് ഫീൽ ചെയ്തു നമ്മളൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു സിനിമയിൽ. റീസെന്റ് ഉള്ള സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാധാന്യമില്ല, സ്ത്രീകളില്ല എന്നുള്ള ഇതുണ്ട്. ഇപ്പൊ സൂപ്പർ ഹിറ്റ്സിലൊക്കെ ഇപ്പൊ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാത്ത സിനിമകളാണ്. പക്ഷെ അതിന് തൊട്ട് ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് പ്രാധാന്യമുള്ള വേഷങ്ങളാണ് എപ്പോഴും അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ മറ്റേ ചർച്ചകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. മഞ്ഞുമലാണെങ്കിലും എല്ലാത്തിലും അതെ, ഇല്ല എന്നുള്ളതുണ്ട്. പക്ഷെ ഉണ്ടെങ്കിൽ അവർക്കൊരു, ഇപ്പൊ പ്രേമലുവിലാണെങ്കിൽ റീനുവിന്റെ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സിനിമകളിലൊന്നും അങ്ങനെ ഒരു ആവശ്യം ആ സിനിമയ്ക്കില്ല എന്നുള്ളതാണ് അതിലെ ഫാക്ടർ. സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ജസ്റ്റ് പേരിന് ഒരു സ്ത്രീ കഥാപാത്രത്തെ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഈ വേഷത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് ഈ ക്യാരക്ടറിന്. അതെ, അത് 26-ാം തീയതി തിയേറ്ററിൽ അറിയാം എന്താണെന്ന്. ഓക്കെ. ഇപ്പം നമ്മൾക്ക് തന്നെ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഷർഫുദ്ദീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും പ്രേമം ഗ്യാങ് എന്നുള്ളൊരു പൊളിക്കാനാണ്, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രേമം ഗ്യാങ് എന്നുള്ളൊരു ടാഗ് പൊളിക്കാനാണ് നിങ്ങൾ ആ ഒരു പ്രേമ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടും ഒരു ശ്രമിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഒരു പ്രേമം ഗ്യാങ് എന്നുള്ളൊരു ടാഗ് പൊളിക്കാനുള്ള ശ്രമം സിജു വിൽസന്റെ ഭാഗത്തുനിന്ന് ഉള്ളതുണ്ട്. ടീം പൊളിക്കാന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും തമ്മിൽ പൊളിച്ച് വേറെ വഴിക്ക് പോകാന്നുള്ളതല്ല. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില കോമ്പിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാരായിട്ട് തന്നെ ഇങ്ങനെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റേഷനാണ്. ഈ കോമ്പിനേഷൻസും സംഭവങ്ങളൊക്കെ റിപ്പീറ്റേഷൻസാണ്. ഒരു ആസ് ആൻ ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴും സെയിം സംഭവം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വേറെ ആക്ടേഴ്സിൻ്റെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടി എന്താ പറയുക, വേറെ രീതികളും കാര്യങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് തന്നെ എല്ലാവരും ചെയ്തൊരു സംഭവമാണ്. പിന്നെ നമ്മളെ കണ്ട് മടുക്കരുത്. എപ്പോഴും ഒരേ ഗ്രൂപ്പിൽ പ്രേമം ഗ്യാങ് ഇപ്പം ഈവൻ ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്തും പ്രേമം ഗ്യാങ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇത്, അല്ലെങ്കിൽ ആ ഒരു ലേബലിൽ, ഒരു ഒറ്റ ലേബലിൽ പെട്ടുപോകാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഇയാൾ ഈ ക്യാരക്ടർ മാത്രം സേഫായിട്ട് ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നത്. എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആവണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളാവണം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രഥമമായിട്ടുള്ള ആഗ്രഹം. നിങ്ങൾ പ്രേമം സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഇൻഡിവിജ്വലി അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു? അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കോമ്പിനേഷൻ ആയിട്ട് വന്ന് സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴാണ്? നമ്മൾ കോമ്പിനേഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ കാണുമ്പോൾ ചില സമയത്തൊന്നുമില്ല, വേറെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് നമ്മളെ തന്നെ മടുക്കുന്ന ഒരു രീതിയിലേക്ക് വരുമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെയാണ്. പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ വളർന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള സിനിമകൾ നമുക്ക് വരികയുള്ളൂ.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഇഷ്ടങ്ങൾ കാണും. ഒരു ടീമാണെന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, എല്ലാവരും യുണീക്കാണ്. യുണീക്ക് കേപ്പബിലിറ്റീസും യുണീക്ക് ടാലൻസും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ആ ടാലൻറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സിനിമകളിലും. ഇപ്പോൾ ലീഡായിട്ടുള്ള പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും എല്ലാ സിനിമകളിലും. അപ്പോൾ ആ ഒരു ശ്രമം മനഃപൂർവ്വമായിട്ട് തന്നെ എല്ലാവരും ശ്രമിക്കുന്നതാണ്. ഇപ്പം ഈ ഒരു FB പോസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് ഏത് പടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് ഏത് പടത്തിൻ്റെ ആണെന്ന് വിട്ടുപോയി. ഇപ്പോൾ ഒരു ഫൈറ്റിനിടയ്ക്ക് ചെറിയൊരു ആക്ഷൻ പറ്റി, പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്, ഫൈറ്റ് സീക്വൻസ് ഭയങ്കര എൻജോയ് ചെയ്യുന്ന, അത് ചെയ്യാനും ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഈ ഫൈറ്റ്? പുഷ്പവിമാനത്തിന്റെ മൂക്കിലൊരു ഇടി കൊണ്ടിരിക്കുന്നത് ടൈമിംഗ് ആണല്ലോ, ടൈമിംഗ് ഒന്ന് മാറിയപ്പോ കിട്ടിയതാണ്. അത് ഈ ഫൈറ്റിനിടയിൽ ഇങ്ങനത്തെ ആക്സിഡൻസും ഇതൊക്കെ സംഭവിക്കും. ചെറുപ്പം തൊട്ട് ഈ ലൈക്ക് ഇപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും സിനിമാ നടനാവാൻ ആഗ്രഹം ഓരോ ടൈപ്പ് വേഷങ്ങൾ കണ്ടിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ഫൈറ്റ് സിനിമകളൊക്കെ കണ്ടിട്ടാണോ ഈ നടനാവാനുള്ള ആഗ്രഹം വരുന്നതും പിന്നെ ഇപ്പം കുറേ കമ്മിറ്റ് ചെയ്യുന്നതിലും അങ്ങനത്തെ ഒരു ആക്ഷന് പ്രാധാന്യമുള്ള? അതെ, ഇപ്പൊ ആക്ഷൻ, ഇപ്പൊ എനിക്ക് വരുന്ന സിനിമകളിലെല്ലാം തന്നെ ആക്ഷൻ ഉണ്ട്. കാരണം അത് ചെയ്യാൻ പറ്റും എന്നുള്ള 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതെ, 19-ാം നൂറ്റാണ്ടിന് ശേഷം കണ്ട ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് പേര് സിനിമകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സിനിമ വെച്ചിട്ടാണല്ലോ നമ്മളെ വിലയിരുത്തുക. അപ്പോൾ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ആക്ഷൻ ഒരുപാട് ചെയ്യാണ്ടായിരുന്നു. അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇന്ന ക്യാരക്ടേഴ്സ് പറ്റും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ഉള്ള പടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇയാൾ ചെയ്തോളും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർ വരും. നമ്മൾ ആക്ച്വലി ഓരോ സിനിമകളും നമ്മുടെ ഒരു ടെലികാസ്റ്റ്, ഒരു നമ്മുടെ ടാലൻസ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എന്താണ് പ്ലാറ്റ്ഫോമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ ചെറുപ്പം പോലെ ആക്ഷൻ സിനിമകൾ ചെയ്യാനുള്ള ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് പോലും അറിയില്ല. സിനിമകൾ ഇഷ്ടമായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ എൻ്റെ ഫാദർ, എൻ്റെ പപ്പ കാണിപ്പിച്ചേക്കുന്ന ആക്ഷൻ പടങ്ങളാണ്. ജാക്കി ചാൻ, ജെറ്റ് ലി, ബ്രൂസ് ലീ, ഈ പടങ്ങളൊക്കെയാണ്. പുള്ളിക്ക് ആക്ഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏറ്റവും കൂടുതൽ പപ്പയുടെ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന ഇംഗ്ലീഷ് മൂവീസും ആക്ഷൻ മൂവീസാണ് കൂടുതലും കണ്ടേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചെറുപ്പം മുതൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ കരാട്ടയ്ക്ക് കൊണ്ടൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷം നിന്നിടി കൊണ്ട് വൈറ്റ് ബെൽറ്റ് മാറാൻ പറ്റാതെ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് പോകണ്ട, കാരണം രാവിലെ ഇട്ട് പോകണം. അതിരാവിലെ ഞാനൊരു എനിക്ക് 5 വയസ്സ് 6 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര ചെറുപ്പത്തിലാണ് 5 വയസ്സ് 6 വയസ്സ്. അതായത് കുറേ മുതിർന്ന ആൾക്കാർ പഠിക്കുന്നതിൻ്റെ ഉള്ളിൽ ചിടുങ്ങുകൾ ഉണ്ടാവുമല്ലോ, അവിടെയും പോയി ഇടിയുള്ളായിരുന്നു. കാരണം ഒന്നാമത് ഇത് എന്തിനാണ് പഠിക്കുന്നത്, അതിനൊരു പർപ്പസ് ഇല്ലല്ലോ. രാവിലെ എണിട്ട് പോണം. ഇത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഒരു അപ്ഡേഷൻ കിട്ടുന്നില്ലല്ലോ, വൈറ്റ് ബെൽറ്റിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. പോയി ടെസ്റ്റ് അടിക്കും, തോറ്റു, തിരിച്ചു വരും, വീണ്ടും ഇടിയുള്ളൂ. ഇതൊക്കെ തന്നെ. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. അപ്പം ആ ആഗ്രഹത്തിൻ്റെ പുറത്താന്നാണ് പുള്ളി എന്നെ ഒരു ജാക്കി ചാനും ബ്രൂസ്ലിയൊക്കെ ആക്കാന്ന് വിചാരിച്ചിട്ട് എന്നാണ് പഠിപ്പിക്കാൻ ചേർത്തത്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് അന്നത് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പം എനിക്കൊരു പർപ്പസ് ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി പഠിച്ചു. വേണ്ടിയിട്ട്. ഈ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസിൽ വരുമ്പം വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മ എന്തായിരിക്കും? അതിപ്പോ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് ഞങ്ങൾ പറഞ്ഞു, ജീപ്പില് അത് കുഴപ്പമില്ല, ജീപ്പില് ഒരു മരിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞങ്ങൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു സീൻ. എന്താ പറയാ, ചിരിച്ച് ചിരിക്കായിരുന്നു. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് മരിച്ച സീൻ വളരെ എൻജോയ് ചെയ്തത് കേൾക്കുന്നത്. ഓക്കെ, പിന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടാലന്റിനെ ടെലികാസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ വാസന്തി എന്ന് പറയുന്ന ഒരു സിനിമ, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനിലും ഉണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷമാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ ഈ അടുത്ത് വരാൻ ഭൂതം ഒരു സിനിമ, അത് ഇപ്പം മിനിമൽ സിനിമാസിന്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഭൂതം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഭൂതം എന്ന് പറയുന്ന സിനിമ പ്യുവർലി എക്സ്പെരിമെന്റൽ സിനിമയാണ്. അതിന്റെ വാസന്തിയുടെ ഡയറക്ടേഴ്സ് തന്നെയാണ് റഹ്മാൻ ബ്രദേഴ്സ്, ഷിനോസ് റഹ്മാൻ, സജാസ് റഹ്മാൻ. ഞങ്ങൾ 2022 IFFK
അറ്റൻഡ് ചെയ്യാൻ പോയി ട്രിവാൻഡ്രത്ത്. ഞാനപ്പോൾ 19-ാം നൂറ്റാണ്ട് ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻസും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറ്റുന്ന പോലെ വന്ന് IFFK അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഫുൾ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഡേ നമ്മൾ കഴിഞ്ഞിട്ട് തിരിച്ച് പോരുന്ന വഴിക്ക് വരുന്നത് വർക്കല വഴിയാണല്ലോ. അപ്പോൾ വർക്കലയിലൊന്ന് കയറാം, എനിക്കിതുവരെ കയറിയിട്ടുള്ള ഒരു സൺസെറ്റ് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കയറിയത്. അപ്പോൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ കണ്ടതിൻ്റെ ഹാങ് ഓവറും അതിലേക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ തലയിൽ സിനിമകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനുണ്ട്, ജസ്റ്റിനുണ്ട്, ഇപ്പോൾ ഹാപ്പി വെഡിങ്ങിൽ തന്നെ അഭിനയിച്ച ജസ്റ്റിനുണ്ട്, സിനിമാറ്റോഗ്രാഫർ മുകേഷ് മുരളീധരനുണ്ട്, ഞണ്ടുകളുടെയും ഉയരയുടെയൊക്കെ ക്യാമറമാൻ, പിന്നെ ഷിനോസിൻ്റെയൊക്കെ തന്നെ ചവിട്ട് പറയുന്ന സിനിമയുണ്ട്, അതിൻ്റെ ക്യാമറമാൻ ഇവരുണ്ട്, പിന്നെ ഷിനോസുണ്ട്, സജാസുണ്ട്. ഞങ്ങൾ 5 പേര് അവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു സിനിമ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ സിനിമയാണ് വർക്കലയെന്ന്. പിറ്റേ ദിവസം സബ്ജക്റ്റും ഇല്ല, ഒന്നുമില്ല, 2 ഫോൺ ഉണ്ട് കയ്യിൽ, ഇതുപോലെ തന്നെ ഒരു ഐഫോണുണ്ട്, എൻ്റെ ഒരു ഫോണും കൂടി ഉണ്ട്. ഇതിൽ ചുമ്മാ ഇറങ്ങി ഷൂട്ട് ചെയ്ത മൂവിയാണ്. അതൊരു സിനിമയായിട്ട് പൂർത്തീകരിച്ച് ഇറങ്ങി. പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളൊക്കെ തന്നെ ഈ 5 പേരാണ്, പിന്നെ ഒരാളും കൂടെ ആയിരുന്നു സൗണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട് അരുൺ. അവർക്കാണ് ചൗട്ടിന് നാഷണൽ അവാർഡ് കിട്ടിയത് ഈ കഴിഞ്ഞ ഇതിൽ. അപ്പം അരുണിനെ വിളിച്ചു വരുത്തി, കൊല്ലത്താണ് അരുണിൻ്റെ വീട്, അരുണിനെ വിളിച്ചു വരുത്തി, അടുത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 3 ദിവസം അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. 3 ദിവസം കൊണ്ട് അവിടെ ഷൂട്ട് ചെയ്തു. അത് പ്ലാനൊന്നും ഇല്ലാണ്ടുള്ള ഷൂട്ട് ചെയ്യുന്നത്, കിട്ടുന്ന എന്തൊക്കെയോ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പ്ലാൻഡായിട്ട് കുറച്ച് സാധനങ്ങൾ പിന്നീട് പോയി നമ്മൾ വാടാനപ്പള്ളി ബീച്ച് ഏരിയ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പ്യൂവർലി എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ അതിൽ ഒരുപാട് സാധനങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫിലിം സ്കൂൾ, ഞാൻ ഷിനുവിൻ്റെ അടുത്തൊക്കെ നമ്മളെപ്പോഴും സംസാരിച്ച് ഇരിക്കുന്ന സമയമാണ്. ഷിനോസ് റഹ്മാനും സജാസ് റഹ്മാനും സുഹൃത്തുക്കളാണ്. ഷിനു മുകേഷും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ സിനിമാ ചർച്ചകൾക്കിടയിൽ ഇടയ്ക്ക് സംസാരിക്കും. ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് ഈ പെർഫോമൻസിൻ്റെ സംഭവത്തിൽ ഇങ്ങനെ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എന്തെങ്കിലും ആക്ടിങ് കോഴ്സസ് അങ്ങനത്തേലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, പല സ്ഥലങ്ങളിൽ നടക്കുന്നത്, അതൊക്കെ പോയാലോ എന്നൊക്കെയുള്ള. പക്ഷേ എന്ന് പറയും ആ കാശുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഞാനൊരു സിനിമ ചെയ്തുതരാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ സ്ക്രീനിങ് ഈ അടുത്ത് മെയ് 10-ാം തീയതി കാലിക്കട്ട് വെച്ച് നടക്കുന്ന അതെ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഫെസ്റ്റിവൽ ഇതിൽ ഫസ്റ്റ് സ്ക്രീനിങ് നടക്കുകയാണ്. ഞാൻ ചോദിക്കാൻ വന്നത് എന്തായിരുന്നു വെച്ചാൽ, ഇപ്പം ഇത്തരം സിനിമ വാസന്തി ഇത്രയും സ്പോണ്ടേനിയസ് ആയിരിക്കില്ലല്ലോ, നിങ്ങൾ കുറച്ചൊക്കെ വാസന്തി പ്യൂർലി സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ എല്ലാ കഥാപാത്രവും ഡിഫറെൻ്റ് ആയിരുന്നു പറഞ്ഞില്ല. എനിക്ക് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ കിട്ടാത്തൊരു കഥാപാത്രമാണ് അതിൽ കിട്ടിയത്. തീർച്ചയായിട്ടും അതുപോലുള്ള എക്സ്പെരിമെൻറ്റ്സ് ആസ് ആൻ ആക്ടർ നമുക്ക് അങ്ങനത്തെ സിനിമകളിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് എന്താ പറയുക, അതെ അത് ഷിനോസിൻ്റെയും സജാസിൻ്റെയും ഒക്കെ ഫ്രണ്ടായിട്ടുള്ള ജദീർ എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രതീഷ് അവനുണ്ടായിരുന്നു. ഇവരൊക്കെ സഹായിച്ചിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നെ ഇവർ തന്നെ ചെയ്ത എന്താ കളിപ്പാട്ടക്കാരൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ആദ്യത്തെ, അത് നെറ്റ്ഫ്ലിക്സിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയ കുറച്ച് കാശുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ തുടങ്ങുന്നത്. ഞാൻ അഭിനയിക്കാനായിട്ടാണ് പോയത്. എന്നാൽ അതിൽ കുറച്ച് പറയുന്ന പോലെ ഫണ്ടും ഇതൊക്കെ കൊടുക്കുന്നത്, നമുക്ക് ഇനോഗ്രേഷനൊക്കെ കിട്ടിയ പൈസയൊക്കെ കുറച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. അത് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ ടേക്ക് ഓവർ ചെയ്ത് തീർത്തതാണ്. അപ്പോൾ താല്പര്യമുണ്ടായിരുന്നു. ആ സിനിമ അത്രയും നല്ലൊരു സിനിമയാവും, ഇത് എന്താ പറയുക എക്കാലത്തും നിലനിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ. അത് പുരസ്കാരങ്ങളും അതിനുശേഷം കിട്ടിയ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ആദ്യത്തെ പ്രൊഡക്ഷൻ തന്നെ 3 അവാർഡാണ് കിട്ടിയത്. സംസ്ഥാന പുരസ്കാരം അടക്കമുള്ളതൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ. ഇനി ഒരു പ്രോപ്പർ പ്രൊഡ്യൂസർ എന്നുള്ള കറക്റ്റ് വാക്കണമെന്ന് അറിയില്ല. ഇത് ഞാൻ പറഞ്ഞ സ്പോണ്ടേനിയസ് അല്ലാതെ പ്രൊഡക്ഷൻ മെയിൻ സ്ട്രീം ആണെങ്കിലും ആർട്ട് ഹൗസ് ആണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ കൂടെ സിജു വിൽസൺ അത് ചിന്തിക്കുന്നുണ്ടോ? കാര്യമായിട്ട് തന്നെ അതൊരു ശ്രദ്ധിക്കണം എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? ഇത്തരം അങ്ങനെ ഒരു പ്രോപ്പർ പ്രൊഡ്യൂസർ ആയിട്ടും കൂടെ സിജു വിൽസൺ വരുന്ന ഒരു ടൈമിൽ അത് ഇതായിരിക്കും ആർട്ട് ഹൗസ് സിനിമകൾക്ക് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ മൂവീസിനായിരിക്കും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക? അങ്ങനെയൊന്നുമില്ല. എല്ലാത്തരം സിനിമകളും ചെയ്യണം എന്നുള്ള താല്പര്യം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കഥകൾ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കോണ്ടന്റ്
നമ്മൾ പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും പിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് കണക്റ്റ് ആവണമെന്ന് വരില്ല, ഇല്ല, ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ സ്ക്രീൻ പ്ലേയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വൃത്തിയായിട്ട് എടുക്കാനായിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനൊരു ഉദ്ദേശമുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതിയിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിലെ ലൈൻ എന്ന് പറയുന്നത് ഹേറ്റ് സ്റ്റോറീസിനല്ല ലവ് സ്റ്റോറീസിന് എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ വരുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കേരള സ്റ്റോറി പോലെ ഒരു സിനിമ ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളത്തിലൊരു സിനിമ അതൊരു കറക്റ്റായിട്ട് ഒരു പോസ്റ്ററിൽ കൊണ്ടുവരുന്നത്. അപ്പം അത് നിങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം പോസ്റ്ററുകൾ, അപ്പോൾ പോസ്റ്റർ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിനോട് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതാ ഞാൻ പറഞ്ഞു, ഈ സിനിമയുടെ പ്രമേയം സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ ഇതിലെ ഒരുപാട് പദ്ധതികൾ ഈ പറയുന്ന റീസെൻറ്റ് നടന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ കേരള സ്റ്റോറിയുടെ സംഭവമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോസ്റ്ററിൽ വന്നേക്കുന്ന ഇതാണെന്നുണ്ടെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കറൻറ്റ് സെനാരിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ അതുപോലെ ഈ സിനിമയും ചർച്ച ചെയ്യപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ സിജുവൽസൺ ഇതിലല്ലാതെ ഇപ്പം ക്രിക്കറ്റിന്റെ വേൾഡിലും സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലും വർഷം കളിച്ചു ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്രിക്കറ്റ് ഭയങ്കര താല്പര്യമുള്ള ആളാണ്? ചെറുപ്പം തൊട്ടേ മറ്റേ കളിച്ച് വളരുന്ന? ചെറുപ്പം തൊട്ടേ പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് ബോളൊന്നും കളിച്ചിട്ടില്ല, സ്റ്റിച്ച് ബോളും അല്ലെങ്കിൽ ക്രിക്കറ്റ് കിറ്റും ക്രിക്കറ്റ് ഗിയറും ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടൊന്നും കാണില്ല. ഈ ഇതിനകത്ത് കൂടി കാണും. പണ്ട് നമ്മൾ ടെന്നീസ് ബോളാണെന്നുണ്ടെങ്കിലും ഹെൽമെറ്റും വെക്കില്ല ഒന്നുമില്ല, മറ്റേ സേഫ്റ്റിക്ക് ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് കൂടി ഇങ്ങനെ ബോൾ കാണണം. ഇതിനിടയിൽ ഇത് ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ പാടത്ത് കളിക്കുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് ആട്ടിച്ച് എവിടെയെങ്കിലും കളയാന്നുള്ളതാണല്ലോ. ഇത് അങ്ങനെയൊന്നുമല്ല. പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ നോട്ട് ഈസി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഓഡിയൻസിൻ്റെ ആരവവും ഇതൊക്കെ ഒരു ക്യാച്ചൊക്കെ നമ്മുടെ അടുത്തേക്ക് പൊന്തി നമ്മുടെ അടുത്ത് ബോളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടുന്നതിൻ്റെ ഒപ്പം തന്നെ ഓഡിയൻസ് ഇത് ഫുള്ളും കേൾക്കുക, ഇതിനിടയിൽ ബോൾ ജഡ്ജ് ചെയ്യണം, ഇതൊക്കെ കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം എക്സ്പീരിയൻസ് ആണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളൊരു അതാണ് എൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്ന പരിപാടി. ഇപ്പോൾ സിനിമയിൽ വരുന്നത് അങ്ങനെയാണ്, ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനാണ്. അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പ്രൊഫഷണൽ ഇന്ത്യൻ ടീമിൽ പോയിട്ട് എനിക്ക് കളിക്കണം എന്ന് പറയാൻ പറ്റില്ല. ക്രിക്കറ്റ് കിട്ടിയിട്ട് ഇങ്ങനൊരു പ്രിവിലേജ് ഉണ്ട്. CCL സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർ കോളേജ് ഫെസ്റ്റിലൊക്കെ പോയി കളിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ. പിന്നെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഫ്രണ്ട്സാണ്. ഒരു ട്രിപ്പ് പോയി അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ കളിച്ചിരുന്ന ഇതിലാണ്. കമൻറ്റുകളൊക്കെ ഭയങ്കര കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയ. വേറെ പണിക്കും പോയി കൂടാതെ ഇത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു, ട്രൈ ചെയ്യുന്നു. പ്രധാനമായിട്ടും സിനിമയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 4-5 ദിവസമൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയി ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനങ്ങനെ കാണുന്നുള്ളൂ. കമന്റ് വന്നാലും എന്തെന്നാലും നമ്മളത് എൻജോയ് ചെയ്തത് കമന്റുകളിൽ അത് ഇപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പം നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ട് ഉള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ പൊതുവെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിനെ ആളുകൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഒരു തമാശ രൂപത്തിൽ കാണാറുമുണ്ട്. അപ്പൊ അത് എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിനിടയ്ക്ക് ചർച്ചയാവാറുണ്ട്. പക്ഷെ നമ്മൾ എന്തിനത് വന്നത് കളി തോറ്റുമ്പോ തന്നെ കമന്റുകൾ വന്നു തുടങ്ങി. കുറെയൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കാണുന്ന ആളാണ്. അപ്പോൾ ക്രിക്കറ്റ് കാണുന്ന സമയത്ത് നമ്മൾ പല ക്രിക്കറ്റ് മാച്ചുകൾ കാണുന്ന സമയത്ത് നമ്മൾ ഇയാളെന്താ കാണിക്കും. അപ്പോൾ ധോനി സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്നത് ഈ സച്ചിൻ എന്താണ് ഔട്ടായത്, എന്താണ് അങ്ങനെ അടിക്കേണ്ട ആവശ്യം നമ്മൾ പുറത്തിരുന്ന് പറയും. പക്ഷെ ഇതിനകത്ത് കയറിയിട്ട് കളിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് എത്രത്തോളം പരിപാടിയാണ്, ഈസി ആയിട്ടുള്ളൊരു പരിപാടിയില്ലെന്നുള്ളത് മനസ്സിലാവുന്നത് കയറി കളിച്ച് കഴിയുമ്പോഴാണ്. സിനിമ പോലെ തന്നെ ക്രിക്കറ്റും ഒരു ടീം പ്ലേ ആണ്. സിനിമ ഒരു ടീം പ്ലേ ആണ്, എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. ഒള്ളി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് റീടേക്ക് ഉണ്ട്, ക്രിക്കറ്റിൽ റീടേക്ക് ഇല്ല. ഔട്ടായി അതന്നെ ഒന്നും കൂടി അറിയാം ബോള് എന്ന് പറയാൻ പറ്റില്ല, റീടേക്ക് ഇല്ല. ഇതിൽ റീടേക്സ് ഉണ്ട് അതുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് റീടേക്ക് എടുക്കാൻ പറ്റില്ല. പ്രൊഡ്യൂസറുടെ മോളൊക്കെ സെറ്റിലുള്ളതുകൊണ്ട് പ്രൊഡ്യൂസറുടെ മോളൊക്കെ ചോദ്യം ചെയ്യും, റീടേക്സ് എടുക്കുന്നു, അവർക്കൊക്കെ എടുക്കാം റീടേക്സ്. ഓക്കെ, അങ്ങനെയായിരുന്നു. ഒരു പ്രൊഡ്യൂസറുടെ മകളായതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ ഷൂട്ടിങ്ങിന്റെ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുറെ പൈസ ചെലവാകാതെ ഒക്കെ നോക്കണം എന്നൊക്കെ ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇല്ലല്ലേ? ഒരു റെസ്പോൺസിബിലിറ്റി. എത്ര പൈസ കാശ് എങ്ങനെ കളയാം, പ്രൊഡക്ഷനിൽ ഫുഡ് ഉണ്ടായിട്ട് ആ പൈസ കൂടെ പോട്ടെ. അങ്ങനെയല്ല, നമ്മള് പ്രൊഡക്ഷൻ ഫുഡ് ഒരു
നമ്മളിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ബിരിയാണി. ഒരാഴ്ച കണ്ടിന്യൂസ്ലി നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മടുക്കും. അതുപോലെ തന്നെ ഏതും ഇപ്പോൾ പ്രൊഫഷണൽ ഫുഡ് കുറച്ച് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കഴിക്കുമ്പോൾ മടുക്കും. അപ്പോൾ നമ്മൾ പുറത്ത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പുറത്ത് പോയി കഴിക്കും. അങ്ങനത്തെ ടേസ്റ്റ് സെൻസസിനൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് പോകും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും. ഞാൻ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞ സമയത്ത് ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് സിനിമയായിട്ട് നമ്മൾ ആദ്യ മൂവിയാണോ നമ്മൾ 10ാമത് അഭിനയിക്കുന്ന മൂവിയാണോ എന്നൊന്നുമില്ല. ആളുകൾ ചിലപ്പം അവർക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ചില പോർഷൻസ് ചിലർക്ക് ഇഷ്ടമായില്ലെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് കമൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളിപ്പോൾ പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ഏത് തരത്തിലുള്ള റെസ്പോൺസ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ട്രോൾസ് ഉണ്ടാവുക, അത്തരം എന്തെങ്കിലും ടെൻഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് മൂവിയിലേക്ക്? നെഗറ്റീവ് കമന്റ്സ് വന്നാലും മൈൻഡ് ചെയ്തെന്നാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വരാനുള്ളതാണ് എന്നൊരു പ്രിക്കോഷനൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? നമ്മളിപ്പോ നമ്മുടെ ബെറ്റർമെന്റ് പറയുന്ന കുറെ കമന്റ്സ് ഉണ്ട്. നമ്മൾ നന്നാവണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കാര്യമായിട്ട് എടുക്കണം. അതും മൈൻഡ് ആയിരുന്നു പിന്നെ അവിടെ തന്നെ ഇരിക്കലുണ്ടാവുള്ളൂ. അത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ സോഷ്യൽ മീഡിയയുടെ തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ 19ാം നൂറ്റാണ്ട് സിനിമ ഇറങ്ങുന്നു, അതിന് നല്ല റെസ്പോൺസസ് വരുന്നു. അതിനുശേഷം സിജു വിൽസന്റെ ഈ പറഞ്ഞതുപോലെ ഇത്രയും നന്നായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നൊക്കെ വരുന്നു. പക്ഷെ അതിനുശേഷം അതൊരു സിനിമ മറ്റു രീതിയിലുള്ള ഒരുപാട് ചർച്ചകളിലേക്ക് പോയി. ഇപ്പോൾ സംവിധായകന്റെ ഭാഗത്ത് നിന്ന് അവാർഡ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് അതിനകത്തുള്ള കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് പിന്നീട് വന്ന വിവാദങ്ങളാണെങ്കിലും ചർച്ചകളാണെങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സ് ഒക്കെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിരുന്നോ? പിന്നീട് വന്ന വിവാദങ്ങൾ സിനിമ കിട്ടിയ തന്നെ അവാർഡും ഇതൊക്കെ കിട്ടിയത് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. അത് വേലായുധ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അല്ലെങ്കിൽ അതായിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും വലിയൊരു സിനിമയാണ്, ഏറ്റവും വലിയൊരു ക്യാരക്ടറും കൂടിയാണ്. അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഫാക്ടർ. അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫാക്ടർ, സന്തോഷം. അപ്പോൾ പിന്നെ ഈ അവാർഡ് ഇതിനെപ്പറ്റി അങ്ങനെ ബോധേഡായിട്ടില്ല. സാറ് പിന്നെ പറയുന്നത് സാറിന് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം ആ സിനിമയിലൂടെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല കഥയും കഥാപാത്രങ്ങളും നല്ല സിനിമ ചെയ്യാൻ പറ്റണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ മറ്റൊരു കാര്യം ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നത് മറ്റേ സാറ്റർഡേ നൈറ്റിൻ്റെ ഒക്കെ പ്രൊമോഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തിരുന്ന നിവിൻ പോളിയും നിങ്ങളുടെ ടീമൊക്കെ വന്നിരുന്ന മറ്റേ കണ്ണാടൊക്കെ സംഭവമായിരുന്നു. അതൊക്കെ സിനിമ ടീമിന്റെ പ്രൊഡക്ഷൻ ടീമിന്റെ ഐഡിയ ആയിരുന്നു? അതോ നിങ്ങള് നമ്മൾ പ്രൊമോഷന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള് ഗ്രേസ് ഉണ്ടായിരുന്നു, ഗ്രേസ് വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ നിവിനുണ്ട്, ഗ്രേസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇവളിരുന്ന് ചിരി. അപ്പോൾ ഇത് കാണിച്ചു തരാണ്, ഇങ്ങനത്തെ ഇത് കാണിച്ചു തന്നിട്ട് ഞങ്ങൾ ഇവന്മാരുടെ വീഡിയോ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ട്രാവലിൽ ഇത് നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ അപ്പം ആ സമയത്ത് വണ്ടിക്കകത്തിരുന്ന് സ്പോട്ടിൽ വെറുതെ ചെയ്ത് നോക്കിയതാണ്. അതെത്ര വൈറലാവുമെന്ന് വിചാരിച്ചില്ല. വൈറലായിട്ട് ആ പയ്യന്മാർ ദുബായിൽ വന്നിട്ട് നമ്മളെ മീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പത്തെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഗാങ് മെമ്പറിൽ ഉള്ള നിവിൻ പോളി വളരെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലൂടെ വളരെ കത്തി നിൽക്കുകയാണ്. പിന്നെ ഇപ്പം നിങ്ങളുടെ പ്രേമം ഗാങ്ങിന് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്പേസിൽ നിങ്ങളുടെ ഒപ്പമുള്ള ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പം അതിൽ പലരും മറ്റേ എന്താ പറയുക തിരിച്ചടികളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഇപ്പം നിവിൻ്റെ തന്നെ വളരെ ഒരു കംബാക്ക് ആയിട്ടാണ് ആളുകൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ആഘോഷിക്കുന്നത്. അപ്പം നിങ്ങൾ ഗ്രൂപ്പുകൾ നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരാൾ കുറച്ച് തിരിച്ചടികൾ നേരിടുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഒരാളുടെ വിജയം ഭയങ്കരമായിട്ട് ആഘോഷിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ ആ സുഹൃത്ത് ബന്ധം പരസ്പരം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പടം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നന്നായിരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞില്ലെങ്കിലും കാണുന്ന സമയത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ വിളിച്ച് കളിയാക്കും, വൈറലായല്ലോ അങ്ങനെ കളിയാക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ശബരി എന്നെ ഒരു നമ്മുടെ അനൂപ് പന്തളത്തിൻ്റെ ഒരു പ്രാങ്ക് വീഡിയോ ഭയങ്കര
ഫേമസ് ആയത് കോവിഡ് ടൈമിലാണ്. എന്നെ പ്രാങ്ക് ചെയ്തിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് കുറേ ഓടിയായിരുന്നു. അപ്പോൾ ശബരി പറഞ്ഞു, നീയല്ലേ കുറച്ച് നാൾ വൈറലാവണം എന്ന് പറഞ്ഞ് എനിക്കിട്ട് പണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. അങ്ങനെയൊക്കെ പണിയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി എത്താൻ പോകുന്നത് മലയാള സിനിമ ഏറ്റവും ഉണർന്നിരിക്കുന്ന തിയേറ്ററുകൾ ഏറ്റവും ഉണർന്നിരിക്കുന്ന ഒരു സമയത്തേക്കാണെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ ഈ April 26 വരുന്ന എല്ലാ സിനിമകളും എടുത്തു കഴിഞ്ഞാലും എല്ലാ ജോണറിലുള്ള സിനിമകളും ഇവിടെ സംവിധായകർ പരീക്ഷിച്ചു കഴിഞ്ഞു. ആ എല്ലാ ജോണറിനും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തൊട്ട് മുമ്പ് വരെ പറഞ്ഞിരുന്നത് OTT സിനിമകൾ വരാൻ തുടങ്ങിയതോടെ കോവിഡിൻ്റെ ആ ഒരു ബ്രേക്കിൽ OTT സിനിമകൾ വരാൻ തുടങ്ങിയത് ആൾക്കാരധികം തിയേറ്ററിലേക്ക് വരുന്നില്ല. അതൊക്കെ ഒരു പ്രശ്നമായിട്ട് സിനിമയുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ആളുകൾ ഉയർത്തി കാണിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ അത്തരം ഇഷ്യൂസ് ഒന്നുമില്ല, ഫുൾ പാക്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്രത്തോളം, ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് സിനിമയിൽ വരുന്നത്, ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഈ സിനിമ ഇത്രയും നല്ലൊരു ടൈമിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നൽകുന്ന പ്രതീക്ഷകൾ എത്രത്തോളമാണ്? ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഇത് തിയേറ്റർ മൂവി തന്നെയാണ്. ഇത് മലയാള സിനിമയെ ഉണർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകരെയും ഈ സിനിമ ഉണർത്തുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. കാരണം നമ്മളൊരു ശക്തമായിട്ടുള്ളൊരു കാര്യം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർ മാത്രമല്ല കേട്ടോ, ഈ ലോകത്തുള്ള എവിടെ വേണമെങ്കിലും കണക്റ്റ് ആവാവുന്ന ഒരു കോണ്ടൻറ്റാണ്. അപ്പോൾ ആ ഒരു കോണ്ടൻറ്റിൻ്റെ ബലത്തിൽ ഉള്ള വിശ്വാസമാണ് സിനിമ പ്രേക്ഷകർ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളൊരു വിശ്വാസം എന്തായാലും ഉണ്ട്. ഇപ്പോൾ കലംബാസുരൻ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഒരു ക്യൂരിയോസിറ്റിയും ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനും ഇതൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പം അത് തിയേറ്ററിൽ വന്ന് മാറിക്കഴിയുമ്പോൾ ഇത് ഒരുപാട് ചർച്ചയാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്താണ് പ്രതീക്ഷ? സിജുചേട്ടൻ പറഞ്ഞ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു പ്ലോട്ടാണ് സിനിമയ്ക്കുള്ളത്. അപ്പം എല്ലാവരും അത് തിയേറ്ററിൽ തന്നെ 26-ാം തീയതി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ 26-ാം തീയതി പഞ്ചവത്സര പദ്ധതിയും കലംബാസുരനും ഒക്കെ കൂടെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഒരുപോലെ ചിരിക്കുകയും ആസ്വദിക്കുകയും എന്നാൽ ചിന്തിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങൾക്കും കലംബാസുരനും വേണ്ടിയിട്ട് കലംബാസുരൻ്റെ ഒരു ശക്തി മന്ത്രം ചൊല്ലേണ്ടതാണ് സിനിമ ഹിറ്റാകാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൊണ്ട് ചൊല്ലിക്കുന്നുണ്ട്, ഒരാളും പുറത്തുവിടുന്നില്ല. ഞങ്ങൾക്ക് മാത്രം ടാസ്ക് എന്താ കൈ വയ്ക്കാം. ഏത് വലത് കൈ? ഏത് കൈ വെച്ചാലും പ്രശ്നമില്ല. നമുക്ക് വലത് ഇടതൊന്നുമില്ല, ഇടതും വലതൊന്നുമില്ല, ആർക്കായാലും ഓക്കെ ആണത്. എന്തായാലും ചെയ്യേണ്ടത് ഏതായാലും കുഴപ്പമില്ല. കൈ ഇച്ചിരി പൊക്കി വെച്ചോളൂ, പിന്നെ നന്നായിട്ട് പൊക്കി വെക്കണം. അയ്യോ, കലംബാസുരൻ ഇത്ര ഹൈറ്റിലാണ് വെക്കുന്നത്. അപ്പൊ മേളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞോളൂ, കലംബാസുര. ചിരിക്കാൻ പാടില്ല, സീരിയസ് ആണോ? ശക്തി മന്ത്രമാണ്. അദ്ദേഹത്തിനെ കളിയാക്കുന്ന പോലെ ഇരിക്കും. ഇത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. കുറെ പേര് ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കലംബാസുരൻ അവരൊക്കെ കാണുന്നുണ്ട്. ശിക്ഷിക്കോ? കട്ട് ചെയ്ത് കളഞ്ഞ് ശിക്ഷിക്കും. വാളുണ്ട്, പുള്ളിക്ക് കട്ട് ചെയ്യാൻ പറ്റും. എന്തുവേണമെങ്കിലും കട്ട് ചെയ്യും, നാക്ക് കട്ട് ചെയ്യും. കലംബാസുര, സർവരാജ് രക്ഷക, സൗരയൂഥ പാലക. കലംബാസുരനെ കളിയാക്കുന്നുണ്ട്. സൗരയൂഥ പാലക, കാത്തോളനെ, പഞ്ചവത്സര പദ്ധതി എല്ലാ മലയാളി പ്രേക്ഷകരും തിയേറ്ററിൽ വന്ന് കണ്ട് വൻ വിജയമാക്കി തീർക്കണേ. താങ്ക് യു. ഇത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. കുറെ പേര് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കേണ്ട പുള്ളിക്ക്